സ്വാതി, നമ്മൾ നേരത്തെ മൈൻഡിൻ്റെ കുറേ പവേഴ്സ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള ആ ഇമോഷൻസ് വന്നാൽ നമ്മൾ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടുന്ന ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. നിർഭാഗ്യവശാൽ അത് പലർക്കും സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അതിൽ നിന്നെല്ലാം ഒരു എന്താ പറയുക, ആ പ്രതിസന്ധിയൊക്കെ നേരിട്ടുകൊണ്ട് ഉയർന്നു വരൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലരും അതിൽ തന്നെ തകർന്നു പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത്? എങ്ങനെ അത് നമുക്ക് ആ ഒരു ഘട്ടത്തെ നേരിടാൻ കഴിയും? നല്ലൊരു കാര്യം. അതായത് ഇപ്പോൾ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റുപാട്. ഒരുപാട് പേരുണ്ട്. എൻ്റെ പേഴ്സണൽ ലൈഫ് തന്നെ എനിക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് ട്രാജഡികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് എൻ്റെ എഫോർട്ടല്ലാതെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ എഫോർട്ട് കൊണ്ടും അങ്ങനെ ഞാൻ സർവൈവ് ചെയ്യില്ല എന്ന് തോന്നിയ നിമിഷങ്ങൾ വരെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് അച്ഛൻ്റെയും പേരൻസിൻ്റെ ഒരു ഡെത്തും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റിയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ അത്ര മെച്യൂർഡ് അല്ലാത്തൊരു സ്റ്റേജിൽ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിലൂടെയൊക്കെ ഞാനും കടന്നു പോയിട്ടുണ്ട്. അപ്പം പലരും പല രീതിയിലായിരിക്കും ഹാൻഡിൽ ചെയ്യുക. ചിലർക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള സപ്പോർട്ടർ ഉണ്ടാവും. ചിലപ്പോൾ അവരുടെ വിശ്വാസങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ആ സമയത്ത് അവർക്കൊരു കമ്പാനിയൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മരണത്തിന് ശേഷം അമ്മ ഒരു ലിവർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ ബാംഗ്ലൂരായിരുന്നു താമസമൊക്കെ. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. പക്ഷേ അതിനകത്ത് വലിയ റിസൾട്ടൊന്നുമില്ല. ഇപ്പോൾ ലിവർ സിറോസിസ് എന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് ട്രീറ്റ് ചെയ്യുന്നതിനൊക്കെ. അപ്പോൾ നമ്മൾ ആയുർവേദത്തിലേക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടറിഞ്ഞിട്ട് വടകര ഗോപാലൻ വൈദ്യരുണ്ട്, പുള്ളിയുടെ അടുത്ത് പോയിട്ടാണ് ലിവർ സിറോസിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തത്. അപ്പോൾ അതിന് വളരെ അത്ഭുതകരമായിട്ട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പം നടക്കാൻ പറ്റാത്ത അമ്മ നടക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ലെവലിലേക്ക് വന്നിരുന്നു. പക്ഷേ അതിനകത്ത് വേറൊരു മീനിങ് കൂടി ഉണ്ടായിരുന്നു ആ ഒരു ഇൻസിഡൻസിനൊക്കെ. കാരണം വൈദ്യർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഗുരുനാഥനാണ്. ഗുരുനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു താന്ത്രിക് കുറച്ച് പ്രാക്ടീസസൊക്കെ ചെയ്യുന്നുണ്ട് കുറേ. അപ്പോൾ എനിക്ക് പുള്ളിയാണ് ആ ഒരു ഇനിഷ്യേഷൻ ചെയ്തത്. അതായത് ഒരു സാധനയിലേക്കുള്ള ഒരു മാർഗം കാണിച്ചു തന്ന ആൾ ഗോപാലൻ വൈദ്യരാണ്. അപ്പോൾ പുള്ളി വടകരയുള്ള ആളാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതായത് ആ ഒരു സാധന എന്ന് പറഞ്ഞ ആ ഒരു ഇതിലേക്ക് പോയതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ ചുറ്റുപാടിലും നമ്മുടെ ഉള്ളിലും ഒക്കെ നന്നായിട്ട് വരാൻ വ്യത്യാസം നമ്മൾ ശരിക്കും കാണാനുണ്ടായിരുന്നു. ലൈഫിൽ സ്ട്രഗിളിൽ നിന്ന് പതുക്കെ ചേഞ്ചസ് വരാൻ തുടങ്ങി. ആദ്യം സ്ട്രഗിൾ ഒന്ന് കൂടി. അതങ്ങനെ പറയും. നമ്മൾ സാധനാമാർഗത്തിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ സ്ട്രഗിൾ കുറച്ച് കൂടി വരും. പിന്നെ നല്ല അടങ്ങി പിന്നെ ഒന്ന് ബാലൻസായി വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ലൈഫിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ബാലൻസ് ചെയ്തു. ഇമോഷണലി വളരെ സ്റ്റേബിളായി. പിന്നെ ലൈഫിൽ ചുറ്റുപാടും എല്ലാം നല്ല രീതിയിലേക്ക് വന്ന് ലൈഫിൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. അപ്പോൾ അതൊരു ടേണിംഗ് പോയിൻ്റ് കൂടിയായിരുന്നു ശരിക്കും ആ ഒരു ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ. ഈ സൈക്കോളജിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ പൊതുവേ പണ്ടൊക്കെ ഈ കുറ്റാന്വേഷണ കഥകളിലും ഒക്കെ കേട്ടിട്ടുള്ളതാണ് ഹിപ്നോട്ടിസം അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതെന്താണ് സത്യത്തിൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തെടുക്കാൻ ഇതിന് കഴിയുമോ? ഹിപ്നോട്ടിസം നമ്മൾ പറയുമ്പോൾ ഞാൻ ഹിപ്നോസിസ് പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചതെന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ പോയി പഠിച്ചിട്ടുണ്ട്. ഹിപ്നോസിസ് മെൻ്റലിസ്റ്റിലൊക്കെ ഹിപ്നോസിസ് യൂസ് ചെയ്യുന്നതാണ്. മെൻ്റലിസ്റ്റിലൊക്കെ അപ്പം ഹിപ്നോസിസിൻ്റെ ഒരു ബേസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ. നമ്മൾ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ആക്റ്റീവാണ്. നമ്മൾ ചിന്തിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേസമയം നമുക്കൊരു സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മളൊരു ഉപബോധ മനസ്സെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്തു, ആദ്യം ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം. കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ പാട്ടൊക്കെ കേട്ട് വർത്താനം പറഞ്ഞ് ഡ്രൈവ് ചെയ്യും. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡാണ് പിന്നെ അതിൽ കൺട്രോളിൽ വരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈവൻ നമ്മളിപ്പോൾ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിൻ്റെ ഓരോ ലൈൻസും ഉണ്ടാകുന്നു. നമുക്ക് ഓരോ ലൈനുകളും ഓർത്തെടുക്കാം. അത്രയും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ 90% നമ്മുടെ ലൈഫ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 10% നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളുള്ളൂ. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മുതൽ എല്ലാം ഓട്ടോ പൈലറ്റ് ഒരു ഓട്ടോമാറ്റഡ് ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എല്ലാം ഉണ്ട്. അപ്പം ഈ ഹിപ്നോട്ടിസം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് ഡിസേബിൾ ചെയ്യുന്നുള്ളൂ ടെമ്പറലി. നമ്മൾ കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് ഡിസേബിൾ ചെയ്യുന്നു, സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്യല്ല ആക്സസ് ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ നമുക്ക് റിവീൽ പുറത്തു വരാൻ തുടങ്ങും. അത് ഒരുപാട് ഈവൻ ചൈൽഡ്ഹുഡുള്ള സമയത്തുള്ള കാര്യങ്ങളും അതാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചെറിയ വിഷമങ്ങൾ ചെറുതായിരിക്കും, വളരെ ചെറിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിഷമം വരാൻ ചെറിയൊരു കാര്യം മതിയല്ലോ. പക്ഷേ അതിൻ്റെ ആ ഒരു മാർക്ക് അവിടെ ഉണ്ടാവും. അത് നമ്മൾ വലുതാകുമ്പോഴും നമ്മൾ വലിയ ആളാകുമ്പോഴും
അത് നമ്മളെ ആ ഒരു പേഴ്സണാലിറ്റിയെ ബാധിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതാണ് ഈ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിലൊക്കെ ചെയ്യുന്നത്. ആ കുട്ടിയിലേക്ക് ആ കുട്ടിയെ നമ്മൾ ആക്സസ് ചെയ്തിട്ട് ആ കുട്ടിക്കുണ്ടായ വിഷമങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ അതിനെ റിസോൾവ് ചെയ്യും. അപ്പം ആ കുട്ടിക്ക് അതിൻ്റെ ഒരു വലിയ ആൾക്കും അതിൻ്റെ ഒരു വ്യത്യാസം വരും. ഈ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ഈ ഒരു പാത സ്വീകരിച്ചതിന് ശേഷം ഇപ്പോൾ പൂർണ്ണമായും അതിലേക്കൊക്കെയുള്ള യാത്രയിലാണ്. അപ്പോൾ എന്താണ് ഇനി ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു പഠിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഒക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ ടെക്നോളജി ഒരു സൈഡിൽ കൊണ്ടുപോകുന്നുണ്ട്. കാരണം അത് എൻ്റെ 20 വർഷത്തോളമായിട്ട് അതായതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മാറുക എന്നുള്ളൊരു ഉദ്ദേശമില്ല. അതിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു സൈഡ് കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ വിചാരിക്കുന്നത്, ഞാൻ ഹീലിംഗ് അതുപോലത്തെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഞാൻ ടെക്കുകൾ, കാരണം എൻ്റെ ഒരു ഇൻഡസ്ട്രി ടെക് ഇൻഡസ്ട്രി ആയതുകൊണ്ട് അവിടെയുള്ള ആൾക്കാരുടെ മനസ്സ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് അവർ കടന്നു പോകുന്ന ചിന്തകളും, കാരണം നമ്മുടെ ചെറുപ്പം മുതൽ ഈ ഒരു വയസ്സ് വരെ നമ്മൾ കടന്നു പോകുന്നതുകൊണ്ട് നമുക്ക് മനസ്സ് വായിക്കാൻ പറ്റും. അപ്പം അതിനെ ഫോക്കസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു സോൾഫുൾ ടെക്കി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ടെക്കികളെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. മലയാളികളും കുറച്ചുകൂടി ലാംഗ്വേജ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം, അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ. പലരും വളരെ സ്ട്രെസ്ഫുള്ളാണ്. പല സർവേകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മലയാളി ടെക്കീസ് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. സ്ട്രെസ്സിൻ്റെ മാത്രമല്ല, അവർക്ക് കുറച്ച് ഒരു വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു പർപ്പസ്ഫുൾ അല്ലാത്തൊരു ലൈഫ് ജീവിക്കുന്ന പോലൊരു തോന്നലുകൾ വരാൻ പറ്റും. ഒരു മീനിങ് ഇല്ലാത്ത പോലെ. ചിലപ്പോൾ ഇൻകം നന്നായിട്ടുണ്ടാവാം, ലൈഫ് പുറത്ത് നോക്കുമ്പോൾ വളരെ സെറ്റിൽഡ് ആയിരിക്കാം, പക്ഷേ അവർ ഉള്ളിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. എന്തോ ഒരു മിസ്സിങ് തോന്നാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ. ആ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്താൽ എന്തിനോ വേണ്ടി ജീവിക്കുന്നു, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറഞ്ഞാൽ എന്തിനോ വേണ്ടി ജീവിക്കുന്ന ഒരു തോന്നൽ വരും. അത് മീനിങ്ലെസ് ആയിട്ടുള്ള ലൈഫായിട്ട് തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ദിശാബോധം കൊടുക്കാനും അവർക്കൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫ് എന്ന് തോന്നിക്കാനുള്ളൊക്കെ രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കൊടുക്കാൻ ഇതിലൊരു പ്രോഗ്രാം ഞാനിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു സൈഡിൽ കൂടി ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിരിക്കുന്ന പല അനുഭവങ്ങളുണ്ടാകും. പലരും ഇതിൽ നിന്ന് നമ്മുടെ ഇത് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന മാറ്റങ്ങൾ പല ആളുകളിലും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഏതൊക്കെയാണുള്ളത്? അതിപ്പോൾ ഒരുപാട് പേരുണ്ട്. അതായത് എനിക്ക് റെഗുലറായിട്ടുള്ള ക്ലയൻസ് ഉണ്ട്, വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പം പറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ടെങ്കിലും അതിലെനിക്ക് എടുത്തു പറയുന്നൊന്നും അനുഭവമായിട്ടല്ല. പക്ഷേ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ സീരിയസ് ഇഷ്യൂ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആക്ച്വലി വളരെ ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ശരിക്കും. കാരണം നമ്മുടെ മൈൻഡ് ഒരു പ്രത്യേക പ്രശ്നത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടും ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ സ്ട്രെസ് എടുക്കാം. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു തോന്നൽ മാത്രമാണ്. നമ്മുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സാധനമാണ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് റിയലി ഉള്ളൊരു സാധനമല്ല. അതായത് നമ്മളൊരു ഇൻസിഡൻറ്റ് നടക്കുമ്പം നമ്മൾ അതിനൊരു മീനിങ് കൊടുക്കും. നമ്മളത് ആലോചിച്ചിട്ട് ഓക്കെ ഇത് ഇങ്ങനെയാണ്, ഇത് സ്ട്രെസ്ഫുള്ളാണ് നമ്മൾ ചിന്തിക്കുക ചെയ്യുന്നത്. ആ സെയിം സിറ്റുവേഷൻ വേറൊരാൾക്ക് നോക്കുമ്പോൾ സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നണമെന്നില്ല. അപ്പോൾ ആ സിറ്റുവേഷൻ ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്ന സാധനം അവിടെ വരുന്നുണ്ട്, നമ്മുടെ ഒരു ഇമാജിനേഷൻ അതിൽ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ പെർസെപ്ഷനിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തുമ്പോൾ തന്നെ പലപ്പോഴും യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളല്ലാതാവാറുണ്ട്. അപ്പോൾ അത് വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് പല പ്രശ്നങ്ങളും നമ്മളെ പെർസെപ്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളല്ലാതെ മാറും. അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ ചില ചോദ്യങ്ങളിലൂടെയൊക്കെ നമുക്ക് അതിന് ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഈ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ കുട്ടികളുടെ പഠനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്, പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് വ്യത്യസ്തമായ പ്രതിസന്ധികളാണ് പലരും നേരിടുന്നത്. അപ്പോൾ അതാണ് അതിനെയൊക്കെ നോക്കുന്ന സമയത്ത് അങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മളെ അത്രയും ടച്ച് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്. ഉദാഹരണങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഭൂരിഭാഗം ആൾക്കാർ, ഒരു 90% ആൾക്കാരും ആ ഒരു ഇന്നർ ചൈൽഡ് ട്രോമ എന്ന് പറയുന്ന സംഭവം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ്. അതായത് ഒരു 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെ കാലഘട്ടത്തിൽ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നം മതി അവർക്ക് വലിയ വിഷമം ഉണ്ടാക്കാൻ. അപ്പോൾ ആ വിഷമം അവർ വലുതാവും തോറും അവരുടെ കൂടെ വലുതായിക്കൊണ്ടിരിക്കുക ചെയ്യുക. അവർ വലുതായി കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ചെറുപ്പത്തിലൊരു ലോൺലിനെസ്, ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ച ഒരു കുട്ടിക്ക് ആ ഒരു ഇന്നർ ചൈൽഡ് അപ്പോഴും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും. അയാളത് വലുതായി കഴിയുമ്പോഴും അയാൾ വലിയ വയസ്സായ ആളാകുമ്പോഴും അയാളുടെ ഉള്ളിൽ ആ ഒരു ഏകാന്തത ഉണ്ടാവും.
അപ്പോൾ അതിന് അവിടെ പോയി ഹീൽ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അയാൾക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടുള്ളൂ. അപ്പം ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ഏരിയയാണിത്. അതായത് നമ്മൾ സ്കൂളിൽ കുട്ടികളൊക്കെ വിട്ട് പഠിപ്പിക്കുകയാണെങ്കിലും എന്തൊക്കെ ഇൻസിഡൻറ്റ് കൊണ്ട് എന്തൊക്കെ ട്രോമകൾ അവരുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെന്ന് ആരും ചിന്തിക്കുന്നുമില്ല, ആരും അറിയുന്നുമില്ല. നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമേ അല്ല അത്. ഇവൻ കൗൺസിലിംഗ് എന്നൊക്കെ പറയുകയാണെങ്കിലും നമ്മൾ ആ ഒരു വ്യൂവിൽ ചിന്തിച്ചിട്ട് ഒരു പ്രോപ്പറായിട്ട് സൊല്യൂഷൻ നമ്മൾ കൊടുക്കാറില്ല. അങ്ങനെ ഒരു പ്രോബ്ലം മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം എക്സ്റ്റേണൽ ആയിട്ടുള്ള പഠിത്തം എത്ര സ്റ്റഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമാവില്ല. കാരണം ആ പേഴ്സൺ എന്ന നിലയിൽ അവർക്കുണ്ടാകുന്ന ആ വോൺസ്, ആ ഒരു മുറിവുകൾ മാറാതെ അവിടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് അവരുടെ ജീവിതത്തെ ബാധിക്കും, പേഴ്സണാലിറ്റിയെ ബാധിക്കും, ചുറ്റുമുള്ള ആൾക്കാരെയും ബാധിക്കും. ഒരു ഹീൽ ചെയ്യുന്ന സമയത്ത്, അതായത് ആൾക്കൊരു ഒറ്റപ്പെടലാണ്, ഒരാൾ വലിയ ആളാണ്, 62 വയസ്സുള്ള ആളാണ്. അപ്പോൾ പുള്ളിക്ക് ആ ഒരു ഒറ്റപ്പെടൽ എപ്പോഴും ഉണ്ട്. എല്ലാവരും ഉണ്ട്, ചുറ്റുമുണ്ട്, ആൾക്കാരുണ്ട്. പക്ഷേ ആ ഒറ്റപ്പെടലിൽ നിന്ന് ഒരു ഒറ്റപ്പെടൽ എന്താണെന്ന് അറിയാത്തൊരു കാരണം. അപ്പോൾ നമ്മൾ ആ ഒരു ഹിപ്നോട്ടിക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആ ഒരു ഏജിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് അയാളെ ആ ഒരു ഏജിലേക്ക്, ഒരു 4 വയസ്സുകാരനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ആരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് വെച്ചാൽ പറയും എനിക്ക് 4 വയസ്സാണെന്ന് പറയും. ഞാൻ എന്തൊക്കെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ കാണുന്നു, അമ്മയെ കാണുന്നു, ചിലപ്പോൾ ആരെയും കാണുന്നില്ല എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നീ എവിടെയാണെന്ന് ചോദിക്കുക പറയും ഞാൻ പുറത്ത് നിൽക്കുക എന്ന് പറയും. ചിലപ്പോൾ എന്താ കാണുന്നത്, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയും. അപ്പോൾ എന്താ വിഷമം, എനിക്ക് ആരുമില്ല എന്ന് പറയും. അപ്പോൾ ആ കുട്ടിക്ക് എന്തോ ഒരു കാരണം കൊണ്ട് ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ എന്തോ ഒരു കാരണം കൊണ്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഹീലിംഗ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ ആളോട്, മുതിർന്ന ആളുണ്ടല്ലോ, അയാളാണത് കാണുന്നത്, മുതിർന്ന ആളോട് പറയുകയാണ് ആ കുട്ടിയെ അടുത്തേക്ക് വിളിക്കുക, ചേർത്ത് പിടിക്കുക, എന്നിട്ട് പറയാം നിനക്ക് ഞാനുണ്ട്, നിൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി കരയും, ഈ ആളും കരയും, ആ ഹിപ്നോട്ടിക് സ്റ്റേജിലിരിക്കുന്ന ആൾ കരയും. കരഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അയാളുടെ മുഖത്ത് സന്തോഷം വരും നമ്മൾ കാണും. അതവിടെ ഹീൽ ചെയ്യപ്പെടുകയാണ്. ആ കുട്ടി, അയാളുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടി ഹീൽ ചെയ്യപ്പെടുകയാണ്. അത് കഴിയുമ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞ ഫീലിംഗ് പിന്നെ ഇല്ല, അതിൽ നിന്ന് പൂർണ്ണമായിട്ട് അയാൾ മുക്തനായി. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന ഒരു ട്രോമ എല്ലാവരിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരിലും ഉണ്ടാവും അത്. അതെ. ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഇപ്പോൾ ഓരോ തലമുറയിലും വ്യത്യാസമാണ്. അതായത് ചിലപ്പോൾ നമുക്ക് തൊട്ടു മുന്നേയുള്ള തലമുറ അനുഭവിച്ച പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങളല്ല നമ്മുടേത്. ഇനിയിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുതിയ തലമുറ ജെൻ സി, ജെൻ സെഡ്, ആൽഫ, ബീറ്റ എന്തായാലും. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു പ്രശ്നങ്ങൾ അവർക്ക് വ്യത്യസ്തമായ പ്രശ്നങ്ങളായിരിക്കും. ഇതെങ്ങനെയാണ് ഈ ഒരു ബ്രിഡ്ജ് നമ്മളെങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യമാണ്. കാരണം അതായത് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് വേറൊരു ജനറേഷനായി നിന്നുകൊണ്ടാണ് നമ്മൾ അവരെ കാണുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു ബയാസ് അതിലേക്ക് കടന്നു വരും. നമ്മുടെ ചിന്താഗതിയിലുള്ള നമ്മുടെ ഒരു ലിമിറ്റഡ് തോട്ട്സ് എപ്പോഴും അതിൽ വരും. അവർ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു വ്യൂവിലായിരിക്കും ലോകം കാണുക. എല്ലാവരും ലോകം കാണുന്നത് അങ്ങനെയാണ്. ഒരാൾ കാണുന്ന ലോകേ ആയിരിക്കില്ല മറ്റേ ആൾ കാണുക. കാരണം അയാൾക്കൊരു മെൻ്റൽ മാപ്പ് ഉണ്ടാവും, മറ്റേ ആൾക്ക് വേറൊരു മെൻ്റൽ മാപ്പ് ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു സാധനമായിരിക്കില്ല മറ്റേ ആൾ കാണുന്നുണ്ടാവുക. പക്ഷേ നമുക്ക് ഏകദേശം ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ അതേസമയം ഒരു ജനറേഷൻ പൂർണ്ണമായിട്ട് മാറി വരുമ്പം നമുക്ക് അത് ഗസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പെർസെപ്ഷൻ അവിടെ വരുന്നുണ്ടാവും. വലിയൊരു മാറ്റം ഉണ്ടാവും. നമുക്ക് ആ ചിന്താഗതി എന്താണെന്ന് ഉൾക്കൊള്ളാൻ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അവെയർനെസ് ആണ് വേണ്ടത്. നമ്മൾ അവെയർ ആവുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം നമ്മളെപ്പോഴും ഇമോഷണലി റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊന്നും സൊല്യൂഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു പ്രശ്നം കാണുകയാണ്, ഇപ്പം നമ്മളൊരു തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളോട് അച്ഛനും അമ്മയും പറയുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ, അതായത് അച്ഛനും അമ്മയും അത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ പുതിയ ജനറേഷനിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചൊരു അപ്രോച്ച് അവിടെ വർക്ക് ആയിക്കൊള്ളണമെന്നില്ല. നമുക്ക് കിട്ടിയത് അവർക്ക് കൊടുക്കാൻ പാടില്ല, ശരിയാവണമെന്നില്ല. ചിലപ്പോൾ അതിന് നേരെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് ഒരു റിവേഴ്സ് ആയിട്ടുള്ളൊരു എഫക്റ്റാണ് അവിടെ ഉണ്ടാവുകയും ചെയ്യുക. അപ്പോൾ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അവെയർനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ജനറേഷൻ, ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. അവർ കാണുന്ന ഒരു വേൾഡ്, അവർ കാണുന്ന ഒരു വ്യൂവിലൂടെ അവർ കാണുന്ന ഒരു ലോകത്തെ അല്ല നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോകമാണ്. അവരുടെ ചിന്തകൾ വേറെയാണെന്നുള്ളൊരു അവെയർനെസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആക്ഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കും, നമ്മളൊരു കാര്യം പറയുന്നതിന് മുമ്പ് ചിന്തിക്കും. അപ്പോൾ അതേ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെയാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് അവിടെ. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ അവരായിട്ട് നിന്ന് നമ്മൾ കാര്യങ്ങളെ കണ്ടാൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് വരുത്താം. അതെ. ഇപ്പം ഞാനിപ്പോൾ ഓഫീസിലൊരു കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ പണ്ടത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ജോലി ചെയ്യുമായിരിക്കും. പക്ഷേ ഇപ്പം ഒരു ജെൻസി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെക്കുറിച്ച് ബോധേഡല്ല. ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവർ ജോലി ഉപേക്ഷിച്ച് പോകുന്നേ ഉള്ളൂ. അപ്പോൾ അവരെ അങ്ങനെ കൺട്രോൾ ചെയ്യാനോ അവരാരും കൺട്രോൾ ചെയ്യുന്നവർക്കല്ല, അവർ ഫ്രീഡത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അവർ സാലറിയേക്കാൾ അവർ ഒരു ദിവസം ജോലി പോട്ടെന്ന് വെച്ചാൽ അവരടുത്ത് ജോലിയിലേക്ക് പോകും. അതിൻ്റെ ഇടയ്ക്ക് വരുന്നതിനെക്കുറിച്ച് അവർ ബോധേഡല്ല. വളരെ ഇൻ്റലിജൻ്റാണ്. അതേസമയം ഇമോഷണലി എൻ്റെ ഒരു ഒപ്പീനിയനാണ്, അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ ഞാൻ കണ്ടത് വെച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വളരെ ബ്രില്യൻ്റാണ്. അതേസമയം ഇമോഷണലി കുറച്ച് വീക്കാണ്. അതായത് ഇമോഷണൽ ഇൻ്റലിജൻസ് പൊതുവെ കുറവാണ്, പക്ഷേ IQ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് ചിലപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ ആയിരിക്കാം, കണ്ടതിൽ നിന്നുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കാരണമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ പെരുമാറ്റത്തിലും നമ്മളെടുക്കുന്ന ആക്ഷൻസിലും മാറ്റം വരുത്താൻ പറ്റും. ഇനി എനിക്ക് തോന്നുന്നത് ഇനി പുതിയ കമ്പനികളൊക്കെ വരുമ്പോൾ പോളിസീസൊക്കെ അതിനനുസരിച്ച് മാറാൻ തുടങ്ങും. ഇനി പണ്ടത്തെ ആ പോളിസികളും ഒന്നും ഇനി ചിലപ്പോൾ ആപ്ലിക്കബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഇവർക്ക് വേണ്ടി പുതിയ പോളിസികൾ വരാൻ തുടങ്ങും. ഫ്രീഡം അതിനനുസരിച്ച് വരേണ്ടി വരും. കമ്പനികളുടെ ഫ്രീഡം കുറച്ചുകൂടി ഒരു ഫ്രീഡം എല്ലാത്തിലും വരും തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം ആയിട്ട് ഇപ്പോൾ നമ്മുടെ മൈൻഡും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒന്നും നമുക്ക് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അപ്പോൾ ഞാൻ വർക്കിൻ്റെ ഭാഗമായിട്ട് AI അവിടെ വരുന്നുണ്ട്. അതായത് നമ്മളിപ്പം കോഡിങ്ങിൻ്റെ കാര്യമായാലും അതൊക്കെ AI പതുക്കെ റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ഒരുപാട് പേരിരുന്ന് കോഡ് ചെയ്യുന്നുണ്ട്. അതിന് പകരം AI കോഡ് ചെയ്യാൻ തുടങ്ങും. എന്ത് വേണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരിക്കും ഇപ്പോൾ ഡെവലപ്പറുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുക. അതിന് പ്രോംപ്റ്റിംഗ് എന്ന് പറയും. പ്രോംപ്റ്റ് ചെയ്യുക എന്നുള്ളതും വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു ജോലിയിലേക്ക് പതുക്കെ മാറും. അതിനോടുള്ള ഷിഫ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് ഇപ്പം നിലവിലുള്ള ജോലികൾ നഷ്ടപ്പെടും, പുതിയ ജോലികൾ വന്നുകൊണ്ടിരിക്കും. അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെപ്പോഴും അങ്ങനെ ആയിരുന്നല്ലോ, എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. അപ്പോൾ ഇനി AI എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ആപ്ലിക്കബിളായിട്ട് എങ്ങനെ അത് അപ്ലൈ ചെയ്യാം എന്നുള്ളതിലായിരിക്കും ജോബ് കൂടുതൽ പേരുണ്ടാവുക. അപ്പോൾ ഞാൻ ഈ മൈൻഡിൻ്റെ ഏരിയയിലേക്ക് ചിന്തിക്കുമ്പം ഒരുപാട് ഇപ്പോഴും കുറേ സൊല്യൂഷൻസൊക്കെ വരുന്നുണ്ട്, AI ബേസ്ഡ് സൊല്യൂഷൻസ്. അതായത് ഇപ്പം ഞാൻ കോച്ചിങ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അവരുടെ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അവരുടെ ലിമിറ്റിംഗ് ബിലീഫ്സ്, അതായത് അവർ ചിന്തിക്കുന്നതിൽ എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സിസ്റ്റംസ് ഇപ്പോൾ ഉണ്ട്, AI സിസ്റ്റംസ് ഉണ്ട്. അത് AI സംസാരിക്കും. ഇപ്പം ഞാൻ പറയുന്ന സംസാരത്തിൽ നിന്ന് എനിക്ക് എന്തൊക്കെ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം ഉണ്ട്, എനിക്ക് എന്തൊക്കെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് ആ പാറ്റേൺ പറഞ്ഞു തരാൻ പറ്റുന്ന തരത്തിലുള്ള സൊല്യൂഷനുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു ഹ്യൂമൻ കോച്ച് അവിടെ ഉണ്ടെങ്കിൽ അയാളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് അവിടെ വരും. പക്ഷേ അതിനകത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഹ്യൂമണിന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കോച്ചിങ് കോൺവെർസേഷൻ എന്ന് പറയും. അതായത് ഒരു ക്ലയൻ്റ് ഉണ്ട്, ഒരു കോച്ച് ചെയ്യുന്നു, കോച്ച് സംസാരിക്കുകയാണ്, ഒരു പ്രോബ്ലത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. ചില സമയത്ത് അവിടെ ഒരു മീനിങ് ഫുൾ സൈലൻസ് വേണ്ടി വരും. മീനിങ് ഫുൾ സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല എത്രയാണെന്നുള്ളത്. അതവിടെ ആ ഒരു പേഴ്സൻ്റെ ഇമോഷണൽ സ്റ്റേജ് മനസ്സിലാക്കി അയാളുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് മനസ്സിലാക്കി നമ്മളവിടെ ഒരു സൈലൻസ് കൊടുക്കും. അതേസമയം ഇൻറ്റ്യൂറ്റീവായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ടാവും, നമ്മുടെ മൈൻഡിലേക്ക് ചിലപ്പോൾ ഇൻറ്റ്യൂഷനായിട്ട്. ഇതൊക്കെ ആ ഒരു മെഷീൻ അല്ലെങ്കിൽ AI വരുമ്പം പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ അവിടെ ആ ലിമിറ്റേഷൻസ് എല്ലാ കാലത്തും ഉണ്ടാവും. ഒരിക്കലും ഹ്യൂമണിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതല്ല, ഒരു അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്, ഒരു അസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് വരുള്ളത്. അങ്ങനെയായിരിക്കും. അപ്പോൾ ജോബുകൾ കൂടുതൽ സൃഷ്ടിക്കപ്പെടും, ഇപ്പോഴത്തുള്ള ജോബുകൾ നഷ്ടപ്പെടും, അതിന് പകരം മറ്റ് ജോബുകൾ സൃഷ്ടിക്കപ്പെടും. അതെ, മറ്റ് ജോബുകൾ സൃഷ്ടിക്കപ്പെടും എന്ന് പറയുമ്പം ഇതിൽ അഡോപ്റ്റഡ് ആയത്, അതായത് AI അറിയുന്ന ആൾ ജോബ് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റും. അതെ, ഇപ്പം കൂടുതലും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുക. ഒരു ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഒരു എഞ്ചിനീയറിംഗ് മാനേജറായിരുന്നു ഒരു സൈബർ സെക്യൂരിറ്റി കമ്പനിയിൽ. അപ്പോൾ അവിടുത്തെ ഒരു ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് മാനേജറായിട്ടുള്ള ഒരു ജോബ് ഉണ്ടാവും, ഒരു 50% ജോബ് ഉണ്ടാവും, ഒരു 50% ജോബ് വേറെ ആയിരിക്കാം. അപ്പോൾ ഇതിൽ ഈ 50% ജോബ് AI ചെയ്യാൻ തുടങ്ങിയാൽ അവിടെ എൻ്റെ ജോബ് നഷ്ടപ്പെടുകയല്ല ചെയ്യുക, എനിക്ക് ഈ 50% ജോബ് വേറെ കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ എന്നുള്ള വ്യക്തി കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അതെ, അപ്പോൾ എൻ്റെ പ്രൊഡക്ടിവിറ്റി ഡബിളായി അവിടെ. അങ്ങനെയുള്ളൂ. അപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. ഈ IT ജോബ് എന്ന് പറയുമ്പോൾ ഒരു ഹൈലി പെയ്ഡ് ജോബാണ്. പ്രത്യേകിച്ചും അറിയാം, നമുക്ക് അത്രത്തോളം വർക്കുണ്ട്, അതിനനുസരിച്ച് തന്നെ ഹൈ പെയ്ഡാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ അതിൽ നിന്നൊരു മാറ്റമാണ് ഇപ്പോൾ മറ്റൊരു മേഖലയിലേക്കാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മറ്റേതൊരു സൈഡിൽ ഉണ്ടെന്നുണ്ടെങ്കിലും പൂർണ്ണമായും വേറൊരു മേഖലയിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ ഇത്രയും നേരത്തെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അത് ഒരു ഇൻകം എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും? നല്ലൊരു ചോദ്യമാണ്. അതായത് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് IT മേഖല ഭയങ്കര ഹൈലി സാലറീഡ് ജോബാണ്. അതാണ്. പക്ഷേ നമ്മുടെ ഒരു സറൗണ്ടിങ്സ് ഭയങ്കര പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ 1.5 ബില്യൺ ആൾക്കാരുള്ള ഒരു സ്ഥലമാണ്. ഏത് സ്കില്ലെടുത്താലും ഇപ്പോൾ ഞാൻ കോച്ചിങ്ങിലേക്ക് വരികയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ കോച്ചിങ് ഫീൽഡിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഒരു ആവറേജ് സ്കില്ലുള്ള ഒരു കോച്ച് പല ഏരിയയിലുള്ള, അതായത് ഫ്ലൂട്ട് വായിക്കുന്ന ആൾക്കാരുണ്ട്, ടൈലറിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഏതെങ്കിലും ഒരു സ്കില്ല് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ പ്രോപ്പറായിട്ടുള്ള പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്ത്
ഒരു സ്കെയിലബിൾ കോച്ചിങ് സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ, എനിക്കറിയാവുന്ന ആൾക്കാർ തന്നെ IT മേഖലയിൽ 20-25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ 3-4 ഇരട്ടി സാലറി എല്ലാ മാസവും ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും ആ ഒരു ഫീൽഡിലേക്ക് എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഇവൻ ഞാൻ പറയാം, അതായത് വീട്ടിലിരുന്ന് തയ്യൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാൾ 4-5 ലക്ഷം രൂപ മാസം ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പം ഫ്ലൂട്ട് ഗന്ധർവ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ഓടക്കുഴൽ വായിക്കുന്ന ആളാണ്. പുള്ളി കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം 1.5 crore എവരി മന്ത്. അപ്പം ഈ കോച്ചിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഹൈലി ഇൻകം കൂടി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വലിയ പോപ്പുലേഷൻ ഉണ്ട്. നമ്മൾ ഏത് ഏരിയ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, എത്ര ചെറിയ സ്കില്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനുള്ള ഓഡിയൻസ് അവിടെ ഉണ്ടാവും. കാരണം അത് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ ബൂമായി അതിൻ്റെ ഒരു ടോപ്പ് പീക്കിലെത്തി നിൽക്കുകയാണ്. ഇപ്പം അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാർ വളരെ സക്സസ്ഫുൾ ആവാനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ ചുറ്റുപാടും ഒരുപാട് ടെക്നോളജി മാറുന്നുണ്ട്. നമ്മളിപ്പം പണ്ട് TV കാണുന്ന ഇപ്പം നമ്മൾ കൂടുതലും മൊബൈലിലാണ്. നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ഉപാധികൾ മാറുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും മാറ്റങ്ങൾ പല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും മനസ്സിൽ വരുന്ന പ്രോബ്ലംസും അന്നും ഇന്നും ഏകദേശം ഒരുപോലെയാണ്. അത് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സായിരിക്കാം, ആങ്കർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആങ്കർ ഇഷ്യൂ. അപ്പം ഇത് മാത്രം മാറാതെ എപ്പോഴും നിലനിൽക്കുന്നൊരു സാധനമാണ് നമ്മുടെ മനസ്സും. ശരിക്കും മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സില്ല എന്ന് പറയേണ്ടി വരും. എവിടെയാണ് മനസ്സെന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇല്ലാത്തൊരു സാധനമാണ് ഈ മനസ്സെന്ന് പറയുന്നത്. കുറേ ഒരു ചിന്തകളുടെ കൂട്ടം എന്ന് നമുക്ക് പറയാം, നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ആ മനസ്സും അവിടെ ഉണ്ട്, നമ്മുടെ അനുഭവത്തിലുണ്ട്, അതിന് ചുറ്റുള്ള പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ എത്ര ടെക്നോളജിക്കലി നമ്മൾ എവല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മനസ്സിൻ്റെ പ്രോബ്ലങ്ങളും ഇന്നും നിലനിൽക്കുന്നതുകൊണ്ട് ആ ഫീൽഡ് എപ്പോഴും ഫോർ എവർ നിലനിന്ന് പോകുന്നൊരു ഫീൽഡാണ്. അപ്പോൾ ഈ മൈൻഡിൻ്റെ ആ പ്രോബ്ലംസ് അവിടെ ഉള്ളിടത്തോളം കാലം അത് സോൾവ് ചെയ്യാനുള്ള ആൾക്കാരുടെ ആവശ്യം അവിടെയുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഇനഫായിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഇല്ല. കാരണം നമ്മൾ ചുറ്റിലും മൈൻഡ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് വളരെ കുറവാണ് കാണാൻ പറ്റുന്നത്. ശരിക്കും നമ്മൾ ഒരു യൂറോപ്പിലേക്കൊക്കെ യൂറോപ്പല്ല പുറമേ കൺട്രികൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു ഫാമിലി കോച്ച് എപ്പോഴും ഉണ്ടാവും. ഒരു ഫാമിലി ഡോക്ടർ പോലെ ഫാമിലി കോച്ച് അവിടെ ഉണ്ടാവും. നമ്മൾ ഫാമിലി ഡോക്ടർ ഉണ്ടാവും, പക്ഷേ നമ്മൾ ഫാമിലി കോച്ച് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമുക്ക് വരാറില്ല. കാരണം നമ്മൾ മൈൻഡിന് അത്ര ഇമ്പോർട്ടൻസേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പം ഒരു ചേഞ്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ശരീരം പോലെ തന്നെ മനസ്സിനെ സംരക്ഷിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു അവെയർനെസ് എല്ലാവരിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ആ മനസ്സിന് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആൾക്കാരുടെ ഒരു ആവശ്യകത വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൊഫഷനിലേക്ക് ഒരുപാട് ആൾക്കാർ ഇനിയും വരുമെന്നാണ് വിചാരിക്കുന്നത്.